അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ ദിനങ്ങളിലാണ് നാം ഇപ്പോൾ ഒരുമിച്ചുള്ളത്. ഈ സമയങ്ങളിൽ കൂടുതൽ കൂടുതൽ റബ്ബോട് അടുക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാനും ഖുർആൻ പാരായണവും പഠനവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും എല്ലാം കൂടുതൽ കൂടുതൽ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി നമ്മുടെ മുന്നിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം. ഈ സമയത്ത് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഈ റമദാനിലായാലും റമദാന് കഴിഞ്ഞാലായാലും എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും തജ്വീദും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് കൂടെ നമുക്ക് ആ ഒരു വിഷയത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞ് റമദാന് കഴിഞ്ഞാലും അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അത് അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഒരു മനുഷ്യൻ്റെ ജീവിതം അത് ഏറ്റവും സുന്ദരവും സംതൃപ്തിയുമുള്ളത് ആക്കുവാൻ സ്വാഭാവികമായും നമ്മളൊക്കെ അതിന് പരിശ്രമിക്കുന്നവരാണ്, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കതിൽ ചേർക്കാനും ആ, ഒന്നുകൂടെ ധന്യമാക്കാനും ഒക്കെ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ശബനം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാമിനെ പ്രത്യേകം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കാണില്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെയാണ്, കേൾക്കുന്നുണ്ട്, കാണുന്നു. തുടങ്ങിക്കോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ റമദാനിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പരിശുദ്ധ റമദാനിന്റെ അവസാന നിമിഷങ്ങളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുവോ അത് അള്ളാഹുവിനോട് സ്തുതിച്ചും അവനെ പ്രകീർത്തിച്ചും നമുക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന സമയങ്ങളാണ് ഇനി കൂടുതലുള്ളത്. അപ്പം ആ സമയങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ജീവിതത്തിന്റെ സംതൃപ്തിയും സമാധാനവും നമുക്ക് എങ്ങനെ ലഭിക്കും, അതെങ്ങനെയൊക്കെ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെറിയൊരു രീതിയിലുള്ള ഒരു ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ ഓതി വെച്ചത് സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ ആയത്താണ്. അതെല്ലാവർക്കും പരിചിതമാണ്. നമ്മുടെ ഈ ആഖിറത്ത്, ഈ ദുനിയാവിൽ നമ്മൾക്ക് ചെറിയൊരു കാലയളവുള്ളൂ. അതായത് നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ ഗർഭപാത്രത്തിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ, അതായത് ഒരു ഗർഭസ്ഥ ശിശുവിന് ആവശ്യമില്ലാത്തത് അത് ദുനിയാവിലേക്ക് ആവശ്യപ്പെട്ടതും, എന്നാൽ ദുനിയാവിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾക്ക് ആവശ്യമില്ലാത്തതും, എന്നാൽ നമുക്ക് ആവശ്യമുള്ളതും അത് പരലോകത്തിലേക്ക് ആവശ്യമുള്ളതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ദുനിയാവ് എന്ന് പറയുന്നത്
പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണുള്ളത്. ഗർഭസ്ഥ ശിശുവിന് സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത്, ഒരു ഗർഭസ്ഥ ശിശുവിന്, നമ്മളെല്ലാവരും ഗർഭസ്ഥ ശിശു ആയിരിക്കെ നമുക്ക് ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന ആ സമയത്ത് നമുക്കൊരു നഖത്തിന്റെയോ ഒരു മറ്റ് ചെറിയൊരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നഖം, അതുപോലെ തന്നെ എല്ലുകളുടെ ഒന്നും ആവശ്യമുണ്ടായിട്ടില്ല. എന്നാൽ അതൊക്കെ അള്ളാഹു കണക്കിലെടുത്ത് അത് പുറത്തേക്ക് ചാടിയാൽ, അതായത് ദുനിയാവിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ? നഖം കൊണ്ടും എല്ലുകൾ ബലം വെച്ചിട്ട് നമ്മൾക്കുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നടക്കല്, ഇരിക്കല്, ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പരലോകത്തിലേക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഞാനിവിടെ ഓതി വെച്ച ആയത്തില് الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അപ്പോ ഈ ആരും സഹായിക്കാനില്ലാത്ത ഒരു ലോകത്തില് നമ്മൾ ആരാ സഹായിക്കാൻ വരിക? നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നത്? അവർക്ക് എന്തായിരിക്കും? അവരെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ദുനിയാവിലേക്ക് നമ്മളെ അയച്ചിട്ടുള്ളത്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മളെ ദുനിയാവിലേക്ക് അയച്ചത് പരലോകത്ത് നമ്മൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ, നമ്മൾക്ക് കഷ്ടപ്പാടില്ലാതെ, മായ്ശറയിൽ നമ്മൾക്ക് ആരും കൂടെ ഉണ്ടാവാത്ത, ഒന്നും ഉരിയാടാനാവാതെ, നമ്മളെ കർമ്മഫലങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ തുറന്നു കാട്ടപ്പെടാത്ത ഒരു ദിവസമാണ് അല്ലേ? അപ്പൊ അവിടെ നമ്മൾക്ക് ആരും സഹായിക്കാനില്ലാത്തൊരു ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് അവിടെ സഹായത്തിനായി എത്തുന്നത്. ആ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളെ അള്ളാഹു ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആ പരീക്ഷണത്തിലൂടെയുള്ള ജീവിതത്തില് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവില് നമ്മൾ എന്തൊക്കെ സഹിക്കുന്നുവോ, എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടുന്നുവോ, അതിനോടൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് സ്തുതിച്ച് അവനെ മനസ്സിലാക്കി, ഇത് എനിക്ക് തന്ന അവസ്ഥയാണ്, അള്ളാഹു എനിക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട ഒരു പരീക്ഷണമാണ്. ഇതിൽ നാം പതറാതെ അതിനെ അള്ളാഹുവിലോട്ട് കൂടുതൽ അടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൂടുതൽ അടുത്ത് അതിനെ സ്തുതിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടിയാണ്, എനിക്ക് പരലോകത്ത് നമ്മൾ വിജയിക്കുവാൻ വേണ്ടിയാണ് എന്നെ റബ്ബ് കൂടുതൽ പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്ഷമയോടുകൂടിയും സഹനത്തോടു കൂടിയും നമ്മൾ അതിനെ മനസ്സിലാക്കി അതിനെ പുറത്ത് മുന്നോട്ട് നയിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ഈ ദുനിയാവ് എന്നത് ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിൽ ഒരു നിയന്ത്രണമില്ലാത്ത ഒരു ഇസ്ലാമിക ജീവിതമാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. അവരോടൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ, യുവാക്കളോടും യുവതികളോടും ഈ കൗമാര പ്രായക്കാരോടും ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചാൽ, ഒരു നിയന്ത്രണമില്ലാത്ത, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു യൂണിറ്റി, ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മളുടെ ഒരു മതം എന്നാണ് അവര് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നിയന്ത്രണമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതായത് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു, ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നിയന്ത്രണമില്ലാതെ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇസ്ലാമിൽ നമ്മൾ ഖുർആൻ ഒരുപാട് അറിയുന്നവരും ഖുർആൻ പഠിക്കുന്നവരും പഠിതാക്കളും ഒക്കെയാണ് നമ്മൾ. അപ്പൊ അതില് നമ്മൾ ഖുർആനിലൂടെ ഒരുപാട് കേട്ടിട്ടുണ്ട്,
നമ്മൾ ആഹാരം കഴിക്കുന്നത്, നിങ്ങൾക്ക് ധാരാളമായി ഞാൻ ആഹാര വസ്തുക്കൾ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ നിയന്ത്രണം പാലിക്കുവിൻ എന്ന് അള്ളാഹു തന്നെ നമ്മളോട് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിയന്ത്രണം ഇല്ലാത്ത ആഹാരമാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ആരോഗ്യങ്ങൾ നഷ്ടപ്പെടാനും, അതായത് അസുഖങ്ങൾ പിടിപെടാനും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ ആരോഗ്യവും ഈ ദുനിയാവും തമ്മിൽ ഒരുപാട് അടുപ്പമുണ്ട് അല്ലെ. ഈ ആരോഗ്യം ഉണ്ടായാലേ നമ്മൾക്ക് കൂടുതൽ നല്ല ആരോഗ്യം എന്നല്ല, ഒരു മീഡിയം ആരോഗ്യം ഉണ്ടായാൽ നമുക്ക് ദുനിയാവിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പല സഹായങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. ഒരു പുഞ്ചിരി എന്ന സ്വതക്ക പോലും ഒരു നല്ല കാര്യമാണല്ലോ. അതുപോലെ പുഞ്ചിരി അല്ലാതെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അത് നമ്മളെ ദുനിയാവിൽ നമ്മളെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഇപ്പോഴത്തെ യുവാക്കളിൽ അവർ പറയുന്നത്, നമ്മൾ ഒരു 70 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ആ 70 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിട്ടും ചില ആൾക്കാർ ഇതുവരെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തിനാണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ പരിശ്രമിച്ചിട്ട് നമ്മൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ള പല ചോദ്യങ്ങളും ഇപ്പോഴത്തെ യുവാക്കളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇങ്ങനെ നിയന്ത്രണമില്ലാത്ത ജീവിതമാണെങ്കിൽ നമ്മൾക്കൊന്നും പരലോകത്ത് ഒന്നിനും സാധ്യമല്ലാതാവും. ഒരു നിയന്ത്രണം നമുക്ക് അള്ളാഹു ഏർപ്പെടുത്തിയത് എന്തിനാണെന്നാൽ പരലോകത്ത് നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി നമ്മളുടെ കർമ്മഫലങ്ങൾ നമ്മൾക്ക് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നിയന്ത്രണങ്ങൾക്കും അതിൻ്റെ ഇസ്ലാമികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ ഉപകാരപ്പെടുകയുള്ളൂ. ഇവിടെ എപ്പോഴും നബി സല്ലല്ലാഹു എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ. നമ്മളെല്ലാവരും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. ഇത് വെറുതെ ചൊല്ലിയാൽ മാത്രം പോരാ, അത് മനസ്സറിഞ്ഞ് അതിന് പ്രവർത്തിച്ച് അതെന്താണ് നമ്മുടെ പ്രവർത്തനം എന്താണോ അത് ഇവിടെ മാത്രമല്ല നമ്മൾക്ക് ഒരു ലോകത്തു കൂടിയും ഉപകാരപ്പെടണമേ എന്നുള്ള കാര്യത്തിന്റെ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ അത് നമുക്ക് ഇവിടെയും ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. ഇവിടെ ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളും ദുആകളും ഓരോ നിമിഷവും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അത്രയേറെ നമ്മൾ ചെയ്യാനുള്ള തിടുക്കത്തിലും ആ ഒരു സമയത്തിൽ നമ്മൾക്ക് ആ ഒരു നിമിഷത്തിൽ നമ്മൾ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുന്ന പോലെ എല്ലാ മാസവും നമ്മൾ ഇതുപോലെ ചെയ്യുന്നെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഫലങ്ങൾ ഒരുപോലെ സ്വീകരിക്കാൻ, ഒരുപോലെ ഫലങ്ങൾ ഇതിലേറെ കൂട്ടുവാൻ, അതായത് ഒരു മണി തൂക്കം നന്മ ചെയ്താൽ അത് അള്ളാഹു അവിടെ അതിൻ്റെ ഇരട്ടിയായി അവിടെ എഴുതി വെക്കുന്നതാണ്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ നന്മ ചെയ്യുന്നുവോ, ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നുവോ അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നമുക്കുള്ള ഒരു രക്ഷ മാത്രമാണ്. ഇങ്ങനെ ഈ ദുനിയാവിലും ആഖിറത്തിലും, ദുനിയാവിൽ നമ്മൾ ചെയ്യുന്നതും ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതും മനുഷ്യന്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് നമ്മൾ ആ ജീവിതത്തെ നമ്മൾ നിർണയിച്ച് ഓരോരോ കാര്യങ്ങൾ നിർണയിച്ച് നമ്മൾ അതിനെ കൂടുതൽ ലക്ഷ്യബോധമുണ്ടാക്കി ഓരോ പ്രവർത്തികൾ ചെയ്ത് അതിനെ ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ അത്രയും അള്ളാഹുവിനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയാണ് മരണം. അപ്പം അള്ളാഹു പറയുന്നുണ്ട്,
എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ മരണത്തെ ആഗ്രഹിക്കുന്നത് പോലെയാണ്. നമ്മളോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ സത്യവിശ്വാസി എന്ന നിലക്ക് എല്ലാവരും പറയേണ്ട ഒരൊറ്റ ഉത്തരമാണത്, എനിക്ക് മരണത്തെ ആഗ്രഹമുണ്ട്. കാരണം മരണം ആഗ്രഹിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു താല്പര്യത്തെ കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മളുടെ ആഗ്രഹങ്ങളാണത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളൊരു നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ച് രാവിലെ മുതൽ ഒരു 5 വക്ത് നിസ്കാരത്തിലും നമ്മൾ സുജൂദില് നമ്മൾ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നതും കാണാതെ നമസ്കരിക്കുന്നതും ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ നമസ്കാരത്തിൽ എനിക്ക് അള്ളാഹുവിനെ കാണണം, എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന നിലയ്ക്ക് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നമസ്കാരം അള്ളാഹു അത്രയും മാത്രം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ മരണത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. ഈ മരണാനന്തര ജീവിതത്തിൽ ഇനി നമ്മൾക്ക് എന്തായാലും ദുനിയാവിൽ ഇത്ര അള്ളാഹു നിശ്ചയിച്ച ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു. പ്രവൃത്തികൾ അതെന്തുമാകട്ടെ, അള്ളാഹു നമ്മൾക്ക് നൽകിയ നമ്മുടെ ആരോഗ്യത്തിൽ നിന്നും നമ്മുടെ മാനസികാവസ്ഥയിൽ നിന്നും നമ്മൾക്ക് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സംതൃപ്തി എന്താണ് കിട്ടുക എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ എന്താണ് ഇപ്പം മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാടില് നീ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, അതായത് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പം രൂക്ഷമായി പെരുമാറാണ്ട് അവര് കോപത്തിലായാൽ നമ്മൾ അവരെ സമാധാനിപ്പിച്ച് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് മറ്റാരോടും ദേഷ്യപ്പെടാതെയും സമാധാനത്തിലും സന്തോഷത്തിലും നമ്മൾ ജീവിച്ചാൽ മറ്റുള്ളവർ പ്രകടിപ്പിക്കുക എന്താന്ന് വെച്ചാൽ, നീ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ, നിനക്കൊന്ന് ചേഞ്ച് ആയിക്കൂടെ, കുറച്ചും കൂടി ഒരു ഹാഷ് ഒരു പരുക്കൻ രൂപമായിട്ട് അവരൊന്ന് തിരുത്താൻ ശ്രമിച്ചൂടെ. പക്ഷെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾക്ക് നമ്മൾ അനുഭവിക്കുന്നതാണ്. ഒരാളോട് ചീത്ത പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ടാൽ നമുക്ക് യാതൊന്നും ലഭിക്കാനില്ല. അവര് 2-3 ദിവസം നമ്മളോട് തിരിച്ച് നമ്മളോട് അതേപോലെ പെരുമാറും. നമ്മളത് നമ്മൾക്ക് സമാധാനത്തിൽ പെരുമാറാൻ കഴിയുന്നെങ്കിൽ അവരത് വീണ്ടും മാറാവുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ഈമാൻ, എന്താണ് നമ്മുടെ ഇസ്ലാം എന്നത് എന്താണ് എന്ന് വളരെ വ്യക്തമാകുന്ന ഒരവസ്ഥ വരെ അവരെങ്ങനെ മറ്റുള്ളവർ, അതായത് സത്യനിഷേധികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ശത്രുക്കളെ പോലെ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മളെ എന്തൊക്കെ പറയുന്നുവോ അവരെ അടുത്ത് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന, നിങ്ങൾ ഇതുവരെയും മാറിയിട്ടില്ലേ, ഈ ലോകം ഇങ്ങനെയൊന്നും അല്ല, ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്കും മാറിക്കൂടെ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, ഇങ്ങനെയൊന്നും അല്ല ഇപ്പത്തെ ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്, AI യുഗമാണ്, നമ്മളും മാറണം. നമ്മൾ എന്തുകൊണ്ട് മാറണം? അവിടെയാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്, നമ്മൾ എങ്ങനെ മാറണം? നമ്മൾക്ക് ഇവിടെ പ്രവാചകചര്യയും ഖുർആനും അതിന്റെ സുന്നത്തുകളും ഒരിക്കലും 1400 വർഷം പഴക്കമുള്ളത് നമ്മൾ അനുസരിക്കുന്നതാണ്. പിന്നീട് നമ്മൾ എന്തിനു മാറണം? ഇത് അനുസരിച്ചാൽ തന്നെ നമുക്ക് യാതൊരു മാറ്റവും അതിന് വ്യത്യാസമൊന്നും വരുത്താൻ നമുക്ക് സാധിക്കുന്നതല്ല. അങ്ങനെ നമ്മൾ തന്നെ ആയിരിക്കുക. അതിൽ കൂടുതൽ ഈമാന്, ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് സ്വതക്കകൾ, ഒരുപാട് പ്രവർത്തികൾ അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അത് അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പുണ്യമായ സ്വർഗം നമുക്ക് ലഭിക്കുമാറാകട്ടെ. ആമീൻ. ഇങ്ങനെ നമ്മൾ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം പോരാ. ഈ ദുനിയാവിൽ കഷ്ടപ്പെടുന്നത് മുഴുവനും, അതായത് നമ്മൾക്ക് എന്ത് അനുഭവപ്പെട്ടാലും, നമ്മൾ എന്ത് സങ്കടപ്പെട്ടാലും, എന്ത് കഷ്ടതയിലായാലും, മറ്റുള്ളവരെന്ത് പറഞ്ഞാലും, നമ്മൾക്ക് എന്ത് വേദന വന്നാലും, നമുക്ക് എന്ത് ടെൻഷൻ ആയാലും, ഒരുപാട്
മാനസിക അവസ്ഥകൾ വന്നാലും നമ്മളൊക്കെ അതിനെ സ്തുതിച്ചുകൊണ്ട് നേരിടുക. അൽഹംദുലില്ല, അൽഹംദുലില്ല, ഇതെനിക്ക് തന്നതാണ് ദൈവം, ഇതെനിക്ക് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ നേരിടുക തന്നെ ചെയ്യാൻ നമ്മൾക്ക് അവിടെ വിജയം മാത്രമേ ലഭിക്കുകയുള്ളൂ. മനസ്സിനും എന്തിനും ഇതെനിക്ക് തന്നതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക. ഇതെനിക്ക് മാത്രമുള്ളതാണ്, എനിക്ക് തന്ന അവസ്ഥയാണ്, അള്ളാഹു എനിക്ക് തന്നതാണിത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ അവിടെ നമുക്കൊരു ആശ്വാസവും അതിനെതിരെ നമുക്ക് പോരാടാൻ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നെ നമുക്ക് വാതിലുകൾ തുറന്നു നൽകുന്നതാണ്. അവിടെ ഒരു പോംവഴി, അതായത് നമ്മൾക്കൊരു റിസൾട്ട് നമുക്ക് തന്നെ ലഭിക്കും. ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്? ഇവിടെ സങ്കടപ്പെട്ടിട്ടല്ല കാര്യം, അവിടെ നമ്മൾക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലതാവും എന്നുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അള്ളാഹു അല്ലാതെ വേറെ യാതൊന്നും നമുക്ക് നൽകാൻ ആരുമില്ല. ഇങ്ങനെ അപ്പോൾ നിയന്ത്രണമില്ലാത്ത ഈ ലോകത്ത് ജീവിക്കുന്നവരുടെ അവസ്ഥയാണെങ്കിലോ അവർക്ക് യാതൊന്നും ഈ ലോകത്ത് ലഭിക്കുന്നതല്ല. അതായത് കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തതഔ ഫീ ഫയഹില്ല അലൈക്കും അല്ലബീൻ. അതായത് അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഖുർആനിൽ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള പരിശുദ്ധ സാധനങ്ങളിൽ തിന്നുകൊള്ളുക, അതിൽ അക്രമം പ്രവർത്തിക്കരുത്. അതായത് നമ്മൾ എന്ത് ആഹാരമാണോ കഴിക്കുന്നത് അത് അമിതമാക്കാതെ അതിനെ ആവശ്യത്തിന് മാത്രം ഉപകരിച്ചുകൊണ്ട് ചെറിയൊരു വസ്തുക്കളിൽ നിന്നും അതെന്താണോ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മാത്രം അധികമാവാതെ അതിൽ നിന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുക. അതെന്തുമാവട്ടെ, ഒരുപാട് ആഗ്രഹിക്കാതെ ഒരുപാട് ആലോചനയിൽ നമ്മൾ മുഴുകാതെ അതിനെന്താണോ ഒരു പ്രതിനിധി അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. എത്രയായാലും ക്ഷമിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്തും അള്ളാഹു. പരീക്ഷണങ്ങളും ഒരുപാട് രീതികളിലൂടെയൊക്കെ സത്യവിശ്വാസി എത്ര കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുന്നുവോ അത്രയും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്ര നമ്മള് ക്ഷമിക്കുന്നുവോ അത്രയും നമ്മൾക്ക് ഇവിടെ അല്ലെങ്കിൽ അവിടെ സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം ഒരുക്കുന്നതാണ്. ഇതാ നിങ്ങൾ ഈ ഇരിപ്പിടത്തിൽ ഇരുന്ന് സമാധാനമായി ഇരുന്നോളൂ എന്ന് അള്ളാഹു നമ്മളോട് സ്വർഗത്തിലെത്തിയാൽ ഈ പരീക്ഷണങ്ങൾ നേരിട്ട ആൾക്കാരോട് പറയുന്നതാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഈ റമളാനില് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അവനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ തിന്മകളെ നന്മകളാക്കി നന്മകൾ ഒരുപാട് വാരിക്കൂട്ടാനുള്ള ഏറ്റവും നല്ല മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ ഈ നല്ല മാസത്തിലൂടെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും എൻ്റെ വാക്കുകളിൽ വന്ന എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. അള്ളാഹു പൊറുക്കുമാറാട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. മാഷാഅല്ലാ, അൽഹംദുലില്ലാ. മബ്രൂക്ക് അലൈഹി. വെരി ഗുഡ്. വളരെ നന്നായിട്ട് സംസാരിച്ചു. നല്ല അവതരണമായിരുന്നു. വളരെ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ തീർച്ചയായും അതിൽ വന്നിട്ടുണ്ട്. ഏതായാലും വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും നന്നായിട്ടുണ്ട്. നല്ല എല്ലാ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊക്കെ നല്ല ഉഷാറായിട്ട് പറഞ്ഞു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്. അമയത്തക്കില്ലാഹി ജല്ലു മഖ്റജാണല്ലേ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാല് അവർക്കൊരു പോംവഴി ഉറപ്പ് കാണിച്ചു കൊടുക്കുന്നത് ഉറപ്പാണ്. അത് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാവുമ്പോൾ നമുക്ക് അതറിയുള്ളൂ. ഒന്നും കൂടെ
ചിന്തിപ്പിക്കാൻ പറ്റിയൊരു ക്ലാസ് ആയിരിക്കും.